എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ തൃശ്ശൂര് മുണ്ടത്തിക്കോടുള്ള ഒരു തട്ടുകടയുടെ മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടാ. ഒരു തട്ടുകടയുടെ മുമ്പിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് കുട്ടപ്പൻ ചേട്ടന്റെ വൈഫ്, പേരെന്താ? ഗിരിജ. എന്താണ് ഞാൻ ഇവിടെ വന്നതെന്നല്ലേ, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ ഡയാലിസിസ് യൂണിറ്റിലെ ഡയാലിസിസ് ചെയ്യുന്ന കുട്ടപ്പൻ ചേട്ടന്റെ ഭാര്യ ഇവിടെ ഒരു തട്ടുകട ഇട്ടിരിക്കുകയാണ് ജീവിക്കാനുള്ള ഒരു മാർഗത്തിന്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് രോഗങ്ങൾ ക്ലേശങ്ങളൊക്കെ വന്നാലും നമ്മുടെ അധ്വാനം അതൊരിക്കലും മുടക്കരുത്. നിങ്ങൾക്ക് ജീവിക്കണം. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ ഡയാലിസിസ് സൗജന്യമാണ്. പക്ഷെ അതുകൊണ്ടായാലും ഇവർക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. അപ്പൊ കണ്ടോ, അപ്പൊ അതായത് ഇവിടുത്തെ കണ്ട കാപ്പി ഉണ്ടാക്കുന്നു. ചേട്ടങ്ങട് മാറി നോക്കട്ടെ. ഉള്ളിവട കണ്ട, ഉള്ളിവട ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ മുണ്ടത്തിക്കോട് വഴിക്ക് നിങ്ങൾ പോകുമ്പോ ഗിരിജയുടെ ഈ തട്ടുകടയിലൊന്ന് കയറണം. ഒരു കുഞ്ഞു ഷോപ്പ്. ഇതെന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും നമ്മൾ നമ്മുടെ അധ്വാനങ്ങളെ മറക്കരുത്. ആരെങ്കിലും നമുക്ക് എന്തെല്ലാം സൗജന്യമായി തന്നാലും നമ്മൾ ചെയ്യേണ്ട നന്മകൾ നമ്മൾ ചെയ്യണം. ഒരു കിഡ്നി രോഗിയുടെ വേദനയും പ്രയാസവും എന്താണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണില്ല. അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അതിനിടയിലും ജീവിക്കാനുള്ള അവരുടെ കഷ്ടപ്പാടുകളും അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവരിങ്ങനെ ഒരു ചെറിയൊരു തട്ടുകട തുടങ്ങിയെന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇതുപോലെ എല്ലാ രോഗികളോടും എനിക്ക് പറയാനുള്ളത്, രോഗം വരുമ്പോൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതാതെ പിടിച്ചു കയറാനുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് ഗിരിജയുടെയും കുട്ടേട്ടന്റെയും ജീവിത മാർഗമാണ് ഒരു കൊച്ചു തട്ടുകട. ആ തട്ടുകട മുണ്ടത്തിക്കോട്, തൃശ്ശൂര് മുണ്ടത്തിക്കോട് ഭാഗത്താണ് ഈ തട്ടുകട. ഞാൻ ജസ്റ്റ് നിങ്ങളോട് കാണിക്കാൻ കണ്ടോ. ഈ തട്ടുകടയിൽ ഇവിടെ എഴുതി വെക്ക്, ചക്കയും കപ്പയും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് വീഡിയോയുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മളെല്ലാ രോഗികളോടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതാതിരിക്കുക, അധ്വാനിക്കുക. ആ അധ്വാനമാണ് നിങ്ങളുടെ പ്രാർത്ഥന. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെ ഈ കാര്യം അറിയിക്കാൻ ഈ പ്രഭാതത്തിൽ. ഗിരിജ വരൂ. ഗിരിജയ്ക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞേ? എന്നെ സഹായിക്കണം, ഭക്ഷണം കഴിച്ച് സഹായിക്കണം, പൈസ കൊണ്ടല്ല, ഞാൻ അധ്വാനിച്ച സാധനങ്ങൾ കൊണ്ട് വാങ്ങിയിട്ട് എന്നെ സഹായിക്കണം. കണ്ടോ, ഇതുപോലെ വേണം നമ്മൾ ജീവിക്കാൻ. മറ്റുള്ളവർ നമ്മളെ സഹായിക്കുമ്പോഴും നമ്മുടെ അധ്വാനം നമ്മൾ ഒരിക്കലും നിർത്തരുത്. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ നടുവിലാണ്. കിഡ്നി ഫെഡറേഷൻ 30 പേർക്ക് സൗജന്യ ഡയാലിസിസ് നമ്മൾ ചെയ്യാണ്. കിഡ്നി ഫെഡറേഷൻ അച്ഛന്റെ ഒരു, അതുപോലെ സാറിന്റെയും എല്ലാവരുടെയും ഒരു കാരുണ്യം കൊണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്താ പറയുക, ഡയാലിസിന് അത്രയും ഒരു രൂപ പോലും അവർ വാങ്ങാതെ അത്രയും നന്നായിട്ട് അച്ഛൻ ചെയ്യില്ല. അച്ഛൻ അവിടെ വന്ന് കയറി, അതുപോലെ സാറായാലും ഇവരെല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സമാധാനം പകുതി വരും. അവിടെ വരുന്നവർക്കൊക്കെ നമ്മളൊരു കുടുംബം പോലെയാണ് അവരെ നമ്മൾ കണക്കാക്കുക. ഇനി അതിന്റെ മുകളിൽ നമ്മൾ ഒരു 10 യൂണിറ്റ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും ഈ രോഗികളോടും പ്രയാസപ്പെടുന്നവരോടൊക്കെ അനുകമ്പയുള്ളവരായിക്കോളും. താങ്ക് യു കേട്ടോ. താങ്ക് യു വെരി മച്ച്.